നടനും ബി.ജെ.പി. നേതാവുമായ കൃഷ്ണകുമാറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരിക്കുകയാണ്. തൊട്ടുകൂടായ്മയും ജാതീയതയും അഭിമാനമായി കാണുകയും അതിനെ കാൽപ്പനികവൽക്കരിക്കുകയും ചെയ്യുന്നതിനെതിരെയാണ് വിമർശനം ഉയർന്നു വരുന്നത്. ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പിന്നാക്ക ജാതിയിലുള്ളവർക്ക് മണ്ണിൽ കുഴികുത്തി അതിൽ കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ആ സമ്പ്രദായത്തെക്കുറിച്ച് നൊസ്റ്റാൾജിയോടെ ഓർക്കുന്ന കൃഷ്ണകുമാറിന്റെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുൻപ് ഭാര്യ സിന്ധു പങ്കുവച്ച വ്ലോഗിൽ നിന്നുമുള്ള ഭാഗമാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. പഴങ്കഞ്ഞിയുടെ ഗുണഗണങ്ങളെക്കുറിച്ചൊക്കെ പുകഴ്ത്തുന്നതിനിടെയാണ് കൃഷ്ണകുമാർ തന്റെ വീട്ടിലെ പണിക്കാർക്ക് കഞ്ഞി കൊടുത്തിരുന്ന രീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ആ ഓർമ്മകളൊക്കെ പറയുമ്പോൾ അതിൽ നൊസ്റ്റാൾജിയ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലാകെ ഈ വീഡിയോ വൈറലായി മാറിയിരുന്നു. പിന്നാലെ നിരവധി പേരാണ് കൃഷ്ണകുമാറിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബിഗ് ബോസ് താരം റിയാസ് സലീം അടക്കമുള്ളവർ കൃഷ്ണകുമാറിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ തൃപ്പൂണിത്തറയിൽ താമസിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാൻ ആളുകൾ വരും. അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ടായിരിക്കും വരുന്നത്. ഒരു 11 മണിയാകുമ്പോൾ അവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറും കറികളും എടുത്ത് വെച്ചിരിക്കും. പണിയെടുത്ത് പറമ്പിൽ തന്നെ ഒരു ചെറിയ കുഴിയെടുത്ത് അതിൽ വട്ടയില വെക്കും. അതിലേക്ക് കഞ്ഞിയും കറിയും ഒഴിക്കും. ചേമ്പില വിരിച്ച കുഴിയിൽ നിന്ന് പണിക്കാർ പ്ലാവില ഉപയോഗിച്ച് പഴങ്കഞ്ഞി കഴിക്കുന്നത് ഓർക്കുമ്പോൾ ഇപ്പോഴും കൊതി വരും. കൊച്ചി മാരിയറ്റിൽ താമസിക്കുമ്പോൾ പ്രഭാത ഭക്ഷണത്തിനായി പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഉണ്ടായ ഓർമ്മകളാണെന്നാണ് കൃഷ്ണകുമാർ വീഡിയോയിൽ പറയുന്നത്. ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിനെതിരെ തുറന്നടിച്ചുകൊണ്ട് റിയാസ് സലീം രംഗത്തെത്തുകയായിരുന്നു. അസമത്വത്തെക്കുറിച്ച് ഇത്ര നൊസ്റ്റാൾജിയ തോന്നുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ജാതീയതയിലേക്കുള്ള പുറകിലേക്കുള്ള ഒരു ടൈം ട്രാവൽ ഷോ കാണാൻ എനിക്ക് അല്പം പോപ്കോൺ തരൂ എന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് റിയാസ് സലീം പറഞ്ഞത്. പിന്നാലെ വീഡിയോയ്ക്ക് ലഭിച്ച ചില കമന്റുകളും റിയാസ് സലീം പങ്കുവച്ചിട്ടുണ്ട്. ദളിത് ജീവിതവും തൊട്ടുകൂടായ്മയും ഫാന്റസൈസ് ചെയ്യുന്ന പാവം സവർണ പുരുഷൻ, ഇയാളെ ചന്ദ്രനിലേക്ക് നാടുകടത്തണം എന്നിങ്ങനെയായിരുന്നു റിയാസിന് ലഭിച്ച കമന്റുകൾ. കൃഷ്ണകുമാറിന്റെ ഇസ്രയേൽ അനുകൂല നിലപാടുകളെയും റിയാസ് എതിർക്കുന്നുണ്ട്. നടൻ കൃഷ്ണകുമാറിന്റെ പരാമർശത്തിൽ പ്രതികരിച്ച് എഴുത്തുകാരി എസ് ശാരദകുട്ടിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഏതോ പ്രാകൃത കാലത്ത് ജനിച്ച് ജീവിച്ചവരെ പോലെ സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരുന്നത് പോലും ലജ്ജാകരമാണെന്നും കൃഷ്ണകുമാർ പറയുന്നത് ശരിയല്ലെന്നും ഇല്ലാതിരുന്ന ഒരു കാര്യത്തെ തന്റെ വംശമഹിമയ്ക്ക് അലങ്കാരമാക്കി ഭാവിച്ചെടുക്കുകയാണ് കൃഷ്ണകുമാർ ചെയ്യുന്നതെന്നുമാണ് ശാരദകുട്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്. അച്ഛൻ FACTയിൽ ജോലി ചെയ്തിരുന്ന കാലത്തെ കാര്യമാണ് കൃഷ്ണകുമാർ ഓർത്തെടുക്കുന്നത്. 5 മാസം മുൻപുള്ള വീഡിയോ ഇപ്പോഴാണ് വൈറലാകുന്നതും ചർച്ചയാകുന്നതും. പഴയ കാലത്തെ മനുഷ്യത്വരഹിതമായ സംഭവത്തെ വലിയ കാര്യമെന്ന മട്ടിലാണ് കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ വാക്കുകൾ അപമാനകരമായ പ്രസ്താവനയാണെന്നും അത് ദളിത് വികാരത്തെ വ്രണപ്പെടുത്തിയെന്നുമാണ് ഉയർന്നുവരുന്ന അഭിപ്രായങ്ങൾ. ഇത്രയും വിവാദങ്ങൾ കൃഷ്ണകുമാറിനെതിരെ ഉയർന്നു കേൾക്കുമ്പോഴും വിവാദങ്ങളോടും വിമർശനങ്ങളോടും കൃഷ്ണകുമാർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല.